ആ ഇപ്പൊ പറഞ്ഞു നാക്കെടുത്തതേ ഉള്ളൂ ബാലന്റെ കാര്യം. എന്താ അമ്മേ? അനുജയുടെ അച്ഛൻ പറയുമായിരുന്നു, ബാലനെ പോലെ ഒരു മകനെ ദൈവം ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. അച്ഛൻ എഴുന്നേറ്റ് പുറത്തുനിന്ന് വന്നില്ലേ? ഇപ്പൊ ചെന്ന് കിടന്നതേ ഉള്ളൂ. വാ. വേണ്ട 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 വേണ്ട. അച്ഛൻ കിടന്നു. ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ. അച്ഛനിപ്പോ വേദന തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അധികം സംസാരിക്കുകയും നടക്കുകയും ഒന്നും വേണ്ട. പരിപൂർണ്ണ വിശ്രമം എടുക്കണം. ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു. ഒരു ടോണിക്കിന് എഴുതി തന്നിട്ടുണ്ട്. ഇത് രക്തശുദ്ധിക്ക് നല്ല അത്രേ. നീ ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ ബാല. ഇതൊക്കെ വലിയ കാര്യമാണോ അമ്മേ? ആപ്പിളാണ്. ആദായത്തിൽ കിട്ടിയപ്പോ 2 കിലോ വാങ്ങിച്ചു. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ എന്നൊരു ചൊല്ലുണ്ടല്ലോ. അച്ഛനെ ദിവസം ഓരോന്ന് കൊടുക്കണം. എന്തൊരു കുട്ടിയത്, എല്ലാം കൂടി ഒത്തിരി രൂപയായി കാണുമല്ലോ. രൂപ പിന്നെ എന്തിനാമ്മേ? ചിലവാക്കാനുള്ളതല്ലേ. അമ്മയ്ക്കറിയോ? പിന്നെ DA TA പിന്നെ അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മാസം ഒരു 1500 രൂപയോളം എനിക്കിപ്പോ കിട്ടുന്നുണ്ട്. അതിന് മാത്രം എനിക്കിപ്പോ എന്താ ചിലവ്? അടുത്ത മാസം പ്രൊമോഷൻ. അപ്പൊ പിന്നെ 2000 കവിയും. കുറേശ്ശെ മിച്ചം വെക്കാൻ നോക്കണം മോനെ. ഒരു ഭാര്യയും കുടുംബമൊക്കെ ആവുമ്പോ ചെലവ് കൂടും. എന്നെ നന്നായി അറിയാവുന്ന ഒരു കുട്ടിയെ ഭാര്യയെ കിട്ടിയ അവളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നീ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നത് അനുജ അറിയണ്ട. അല്ല ബംഗ്ലാവ് ഉണ്ടാക്കും. എന്തിനത്? അമ്മ പറയാ ഞാനിങ്ങനെ ഓരോന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് അനുജയ്ക്ക് ഇഷ്ടാവില്ല എന്ന്. കുറെ കൂടുന്നുണ്ട്. ആവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്തിനാ ഇതൊക്കെ? പിന്നെ ഒരു കുപ്പി ടോണിക്കും 2 കിലോ ആപ്പിൾ വാങ്ങിച്ചാല് എനിക്ക് അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുക്കില്ലായിരുന്നു. ആ ഇങ്ങനെ പോയ എഞ്ചിനീയറുടെ പ്ലാനും 2 നില വീടൊക്കെ അവിടെ കിടക്കും. അതൊക്കെ ശരിയാവുന്നേ. മോനെ ദാ കാപ്പി കുടിക്ക. അമ്മ റേഷൻ വാങ്ങണ്ടേ? കാശ് റേഷൻ കാർഡും തന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ടിരാം. അത്ര തന്നെ. ഞാൻ വാങ്ങിച്ചു മോനെ. കാശ് തന്നാൽ വല്ല മണ്ണെണ്ണയോ സോപ്പോ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലോ? ഇതൊരു കാര്യം പറയാം. ഇവിടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. അതെന്റെ ഒരു സന്തോഷവും അവകാശമൊക്കെയാണ്. അതിന് വേണ്ട നടക്കണം. മോനെ വരുമ്പോലും നാനേ മംഗളം കൂടെ വാങ്ങിച്ചു വന്നേ. സ്നേഹപ്രതിജ്ഞ എവിടം വരെ ആയോ എന്തോ. എനിക്കിത്ര കഞ്ഞി വേണ്ട. നീ കുറച്ച് ചോദിച്ചിട്ട് ബാക്കിയുണ്ടോ? അത് പറ്റില്ല. ഇനി ആരുമില്ല ഇവിടെ കഞ്ഞി കുടിക്കാൻ. ബാലേട്ട് നീടായിട്ട് വിശപ്പൊക്കെ അരിഭക്ഷണം ശരീരത്തിന് നല്ലതല്ല. നിന്നെ ഇവിടെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലല്ലോടാ ബാലോ ബാല. മുത്തശ്ശി ആശാരിമാരെ കിട്ടാനില്ല. വീട് പണി തുടങ്ങട്ടെ. ഞാനിപ്പോ അതിനു വേണ്ടി ഇങ്ങനെ. അതിന് ലോൺ കിട്ടിയോ? ലോണിപ്പോ ശരിയാവുമല്ലോ. അപ്പൊ ആശാരിമാരെ നമ്മൾ നേരത്തെ സൗകര്യപ്പെടുത്തി വിൽക്കാണ്. അതാ ദിവ്യം പഠിക്കുന്ന സ്കൂളില് ഏതാ ആശാരി ഉള്ളത്? ആശാരിയ സ്കൂളില്? അതിനോടെ കെട്ടിടം പണിയൊന്നും നടക്കുന്നില്ലല്ലോ. അല്ല രാവിലെ വൈകുന്നേരം മുടങ്ങാതെ അവിടെ പോകുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ചല്ലോ ആശാരിമാരെയും. സ്കൂളില് ആശാരി ബാലേട്ടിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ദൈവം സഹായിച്ചിപ്പോ ഒന്നുമില്ല. പോക്കറ്റ് മരുന്ന് വാങ്ങിച്ചതിന്റെ സ്ലിപ്പ് കണ്ടു. എന്റെ പോക്കറ്റില്ല. ഏയ് എന്റെ പോക്കറ്റിലായിരിക്കില്ല. എന്താ ബാല നിനക്ക് അസുഖം? ഒരു അസുഖമല്ല മുത്തശ്ശി. നോണ പറയരുത്. ചുമ്മാതല്ല നിനക്ക് കഞ്ഞിയും ചോറും വേണ്ടാത്തത്. എന്താണ് അതിന്റെ അസുഖം? എന്റെ മുത്തശ്ശി ഒന്നും പറയണ്ട. തറവാട് വേഴ സ്ഥലത്ത് സർപ്പക്കാവ് വെട്ടി ഒരു തിരി കൊളുത്താൻ എത്ര കാലമായി പറയുന്നു. ആര് കേൾക്കാൻ? നാഗദൈവങ്ങളെ എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. നാളെ തിരുവങ്കര ശിവക്ഷേത്രത്തിൽ ഞങ്ങളെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിച്ചേക്കാം. വേണ്ട. എടാ ദൈവകാര്യങ്ങൾ വേണ്ടെന്ന് പറയരുത്. നാളെ ശയനപ്രദക്ഷിണം ചെയ്യാതെ നീ ഞാൻ വിടുകയല്ല. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ
ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ മോനെ, എല്ലാവിധ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും തരണമെന്ന് കണ്ണടച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, എന്റെ അനിതരം കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി തരണേ. മിസ്റ്റർ കൃഷ്ണകുട്ടി നായർ, ആരാ? മിസ്റ്റർ കൃഷ്ണകുട്ടി നായർ, അതെ, ഹൈക്കോടതിയിൽ ഒരു ഫോർജറി കേസിന് ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തത് നിങ്ങളല്ലേ? അത് ഞാൻ തന്നെയാ. ഇതൊരു പോലീസ് കേസ് അല്ലെന്നും ഗണപതിയർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞാൻ പറയാം, അകത്തോട്ടിരിക്കാം. കക്ഷികളുടെ താല്പര്യം പോലിരിക്കും കേസിന്റെ ജയവും തോൽവി. നിങ്ങൾക്കില്ലാത്ത താല്പര്യം ഞങ്ങൾ കാണിക്കണം. സാറിന് മനസ്സിലായില്ല. ആ, ഞാൻ ഗണപതിയരുടെ ജൂനിയറാണ്. പക്ഷെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഞാനാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കുന്നില്ല, എനിക്ക് ഡിസ്ട്രിക്ട് കോർട്ടിൽ ചില ജഡ്ജ്മെന്റ്സ് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസം കൂടെ കാണും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കക്ഷികളെ തേടിപ്പിടിച്ച് വക്കാലത്തെടുക്കേണ്ട ഗതികേട് ഗണപതിയർക്കില്ല, എനിക്ക് തീരെയില്ല. കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ അപ്പീൽ കൊടുക്കാൻ പോരായിരുന്നു. അയ്യരുടെ ഫീസ്, കോടതി ചെലവ്, അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുങ്ങിക്കളയാനുണ്ടായത്. 2 ദിവസത്തിനകം എല്ലാം ശരിയാക്കാം. മിസ്റ്റർ കൃഷ്ണകുട്ടി നായർ, ഗണപതി ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞപ്പോ തന്നെ എതിർകക്ഷി ശിവരാമൻ ആകെ വരണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും പല രീതിയിലും പ്രശ്നമുണ്ടായി വക്കാലത്തെടുക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഗണപതിയർക്ക് വാശിയായി. പക്ഷേ ഒരാഴ്ചക്കകം നിങ്ങൾ കാശുമായി വന്നില്ലെങ്കിൽ നിങ്ങളുടെ കേസ് ഏറ്റെടുത്ത് ചവറ്റുകൊട്ടയിലെറി. ഇനി വല്ലതും ഉണ്ടോ അച്ഛാ ഇവിടെ വിറ്റ് പറക്കാൻ? വീട് ചെക്ക് ചെയ്യാൻ കടക്കാർ എപ്പോഴും വരുന്നെന്ന് അറിയില്ല. ഇനിയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ? ഞങ്ങളെ തെരുവിലിറക്കാതെ അച്ഛന് സമാധാനാവില്ല അല്ലേ? മകളായിരിക്കും അല്ലേ? സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. തന്നെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. സ്ത്രീയാണോ പുരുഷനാണോ? പുരുഷനാ, സ്വല്പം പ്രായമുള്ള ആളാണ്. ആ, എന്താ തിരക്കിലാണോ? ഏയ് സാരമില്ല. എന്താ വിശേഷം? അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ബാലിനോട് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ പരിചയപ്പെട്ടപ്പോ തന്നെ സ്വന്തം കുടുംബത്തിലെ ഒരാളാണ് ബാലനം തോന്നി. എങ്കിൽ മുഖവരെ ഒന്നും വേണ്ടല്ലോ, കാര്യം പറഞ്ഞോളൂ. കഴിഞ്ഞ 6 വർഷങ്ങളായി മനസ്സമാധാനം ഞാൻ അറിഞ്ഞിട്ടില്ല. വക്കീൽ ഓഫീസിലും കോടതി വരാതെ ഇത് അലഞ്ഞറിഞ്ഞ് ഞാനൊരു രോഗിയായി. അച്ഛൻ എന്തിനാ ഈ വെയിലത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവില്ല ബാല. ഹൈക്കോടതിയിലെ ഗണപതിയർക്ക് വക്കാലത്ത് കൊടുത്തിരിക്കുക. അപ്പോ പറഞ്ഞോളൂ. 100% സത്യം എന്റെ ഭാഗത്തുള്ളപ്പോ പരാജയത്തിന്റെ പ്രശ്നമേ ഇല്ല. കീഴ്ക്കോടതിയിലൊന്നും കേസ് നേരാമണം നടത്താൻ എനിക്ക് പറ്റിയില്ല. ഗണപതിയെ പറ്റി കേട്ടിട്ടുണ്ടോ ബാലൻ? ഇല്ല. മുഖമിടുക്കൻ. അദ്ദേഹം എനിക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്, അനുകൂലമായ ഒരു വിധി എന്തായാലും കിട്ടും. പക്ഷേ തൽക്കാലം ഞാനിതൊക്കെ ബാലനോട് പറഞ്ഞത് അന്തി അറിയണ്ട. ഇല്ല, പറഞ്ഞോളൂ. ഒരു 10,000 രൂപ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ബാലിന്റെ കയ്യിലില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചു തന്നാലും മതി. നമുക്ക് പലിശ എത്ര വേണമെങ്കിലും കൊടുക്കാം. അതോ ഞാൻ ബാലിനെ ബുദ്ധിമുട്ടിക്കാണോ? ചേച്ചേ, എന്നോട്
ഒരു അടുപ്പം തോന്നിയതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. പക്ഷെ ഇത്രയും പണം പെട്ടെന്ന് ആരും കൈകാര്യമില്ല. പ്രശ്നമില്ല. ഒരു പ്രോപ്പർട്ടി പണയം വെച്ചാല് എവിടെന്നെങ്കിലും പണം കിട്ടാൻ സാധ്യതയുണ്ടോ? അത് ഞാൻ ബാലിനെ വിഷമിപ്പിക്കലാവില്ലേ? പിന്നെ എന്തെങ്കിലും അത് തന്നെ പറഞ്ഞാലോ? എവിടെ പണയം വെക്കാം അത് പറ. പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ബാല. എന്നെ ഇങ്ങനെ അന്യനായിട്ട് കാണുന്നത് എനിക്കിഷ്ടമല്ല. ഓക്കെ, ഇതാ താങ്ക്സ്. പറ്റേ. ശരി. അനിതി എവിടെ? അവൾ അടുക്കളയിൽ നിന്ന് കഴിച്ചോളാം. നീ വിളിക്കവളെ. അത് കൊള്ളാം. ബാലെന്താ പുറത്തുള്ള ആളാണ്? മോളെ, അച്ഛൻ വിളിക്കുന്നു. ഈ കൂട്ടാൻ വളരെ നന്നായിരിക്കുന്നു. ഞാൻ വെച്ചതല്ല, മോളുണ്ടാക്കിയതാ. ഇവരുണ്ടാക്കിയ വായിലേക്കാൻ പോലില്ല. പക്ഷെ എന്റെ മോള് പഠിക്കാനും പഠിപ്പിക്കാനും മാത്രമല്ല പാചകകലയിലും മുടിപിടിക്കുക. നിനക്ക് എന്താ മോളെ ഇവിടെ വന്നിരുന്നാല്? ബാലിനെന്താ അന്യനാണോ? എന്റെ മോനാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ചെറുപ്പക്കാരനെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. ബാലേട്ടൻ കുറച്ച് ഉറവ് എഴുതി കൊടുക്കുന്നത് ഒരുപാട് വെച്ചു. എന്റെ ഒരു സന്തോഷത്തിനാ. കുറച്ച് നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. ആരാ ബാലിന്റെ വീട്ടിൽ പാചകമൊക്കെ? ചേച്ചിയെ, പക്ഷെ രുചിയൊക്കെ ഒരു കണക്കാ. എന്നാ പിന്നെ നേരെ ഇങ്ങോട്ട് പോര്. ബാലിന് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ എന്റെ മോൾ ഉണ്ടാക്കി തരും. സമയം നിർത്തെ. അച്ഛൻ നിറച്ച് ഊണ് കഴിക്കും. ഞാൻ എഴുന്നേക്കട്ടെ. മോനെ ബാലിന് തവരെടുത്ത് കൊടുക്ക്. അച്ഛനും ഇഷ്ടമായിരിക്കുകയാണല്ലോ ആളിന്. ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ലല്ലോ. എനിക്കെന്താ ഒരു കുറവ്? എന്നെ സൽസ്വഭാവിയല്ലേ, സ്മാർട്ട് അല്ലേ, കണ്ടാലോ സൗന്ദര്യല്ലേ? 2000 രൂപ ശമ്പളവും അല്ലേ? ഓ, അതോ അത് അച്ഛനും അമ്മയ്ക്കും എന്നെ പറ്റി ഒരു മതിപ്പുണ്ടാകാൻ ഞാനൊരു നുണ പറഞ്ഞത്. അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എന്ത്? അതോ എനിക്കറിയില്ല. ചിലപ്പോ സുന്ദരനും സൽസ്വഭാവവുമായ ഒരു എമ്മക്കാരനെ കൊണ്ട് മകളെ കെട്ടിക്കുന്ന കാര്യമാവാം. പിന്നെ ആരെ?